2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുന്നു. എന്നാൽ ആ വിജയത്തിൻ്റെ പ്രഭയ്ക്ക് അല്പം മങ്ങലുണ്ടാക്കുവാൻ സാധിച്ചത് ഇന്ത്യ സഖ്യത്തിൻ്റെ മികച്ച മുന്നേറ്റം കൊണ്ട് തന്നെയാണ്. ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകിയതാകട്ടെ 10 വർഷമായി അധികാര കേന്ദ്രങ്ങളിലേക്കൊന്നും കടന്നു കയറുവാൻ കഴിയാത്ത തരത്തിലേക്ക് ജീർണിച്ചു പോയ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി. എന്തുകൊണ്ട് ഇന്ത്യ സഖ്യം ഒരു മുന്നേറ്റമുണ്ടാക്കി? എങ്ങനെ അണികൾക്കിടയിലും നേതാക്കന്മാർക്കിടയിലും പ്രതീക്ഷയുടെ പുതിയ കിരണങ്ങൾ ഇന്ത്യ സഖ്യത്തിന് നൽകുവാൻ സാധിച്ചു? കോൺഗ്രസ് എങ്ങനെ നേതൃനിരയിലേക്ക് ശക്തമായി കടന്നു വന്നു? പരിശോധിക്കാം. 2014 മുതൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ രാജ്യത്തെ ഒരു കാലത്ത് ഭരിച്ചിരുന്ന ഒരു വലിയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ പാർട്ടി 10 വർഷമായി ജീർണിച്ച് ജീർണതയുടെ അങ്ങേ തലങ്ങളിലേക്ക് പോകുന്നു. എങ്ങനെ പാർട്ടിയെ തിരികെ കൊണ്ടുവരും എന്ന് ആർക്കും അറിയില്ല. ഇനി എങ്ങനെ ഈ രാജ്യത്ത് പാർട്ടി സ്വന്തം അടിവേരുറപ്പിക്കുമെന്നും ആർക്കും അറിയില്ല. ആ സാഹചര്യത്തിലാണ് തന്ത്രപ്രധാനപരമായ ഒരു നീക്കവുമായി രാഹുൽ ഗാന്ധി എത്തുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി കാര്യമായ രീതിയിൽ പാർട്ടിക്കുള്ളിൽ ഒരു ചലനവും ഉണ്ടാക്കാതെ ആയപ്പോൾ ഒരു നേതാവ് എന്ന തലയ്ക്കൽ നിന്ന് രാഹുൽ ഗാന്ധിയെ അണികളും പ്രവർത്തകരും പിന്നിലേക്ക് വലിക്കുന്നു. പിന്നീട് രാഹുൽ ഗാന്ധി തന്നെ തെളിയിക്കുകയാണ് താൻ നേതാവാണ് എന്ന്. അതിന് അദ്ദേഹത്തിന് ആദ്യം വേണ്ടി വന്നത് ഈ രാജ്യത്തെ കൃത്യമായി പഠിക്കുക എന്നുള്ളതായിരുന്നു. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള നഗരങ്ങളും ഗ്രാമങ്ങളും അദ്ദേഹം നടന്നു നീങ്ങി. ആയിരങ്ങളുടെ വേദനകൾ, ആയിരങ്ങളുടെ ജീവിതം ഇവയെല്ലാം പഠിച്ചു. അങ്ങനെ കരുത്തുറ്റ ഒരു നേതാവായി. അത് രാഷ്ട്രീയ തന്ത്രം മെനയുന്നതിലാണെങ്കിലും അതല്ലാതെ രാഷ്ട്രീയപരമായി എല്ലാവരെയും ചേർത്തു നിർത്തുന്നതിലാണെങ്കിലും. എന്തുകൊണ്ട് ഇന്ത്യ സഖ്യം വിജയിച്ചു എന്നതിൻ്റെ ആദ്യ കാരണം അതുതന്നെയാണ്. ഭാരത് ജോഡോ യാത്ര, ഭാരത് ജോഡോ ന്യായ് യാത്ര. തളരാതെ കൂടെയുള്ളവർക്ക് കരുത്തായി മാറി രാഹുൽ ഗാന്ധി നടന്നു നീങ്ങിയത് എത്രയോ ദൂരങ്ങളായിരുന്നു. ആ ദൂരങ്ങളിൽ മനുഷ്യനെ മനുഷ്യനായി കണ്ടു പഠിച്ചാണ് അദ്ദേഹം രാജ്യത്തെ ഹൃദയത്തിൽ വരച്ചു ചേർത്തത്. പിന്നീട് ഇന്ത്യ സഖ്യത്തെ അധികാരത്തിലെത്തിച്ചതിൽ ചില പ്രധാന ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുമത വിശ്വാസികൾ കോൺഗ്രസിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. BJP രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഹിന്ദു വോട്ടർമാരാണ്. എന്നാൽ അതേ ഹിന്ദു വോട്ടർമാരിലെ മൃഗഭൂരിപക്ഷം വരുന്ന പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവരുടെ വോട്ടുകളിൽ ഒരു വലിയ വിഭാഗം ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് വാസ്തവം. അതിന് കാരണങ്ങൾ പലതാണ്. ഏറ്റവും ആദ്യത്തെ കാരണം, ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു എന്ന ദളിതയായ ഒരു സ്ത്രീയെ BJP കൊണ്ടുവരുമ്പോൾ ഈ രാജ്യത്തെ ദളിതരെല്ലാവരും ഇരുകൈ നീട്ടി അതിനെ സ്വീകരിക്കുന്നു. ഈ രാജ്യത്തെ മറ്റ് ജനവിഭാഗവും അതിനെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളിലും ദ്രൗപദി മുർമുവിനെ കാണാൻ സാധിക്കാതെ പോയത് രാഷ്ട്രീയപരമായ മുഖ്യ ആയുധമായി ഇന്ത്യ സഖ്യം ഉപയോഗപ്പെടുത്തുകയായിരുന്നു. ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ പാർലമെൻറ്റ് ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രപതിയുടെ അസാന്നിധ്യമുണ്ടാകുന്നു. BJPയുടെ ഏറ്റവും നർമ്മപ്രധാനപരമായ രാഷ്ട്രീയ ആയുധവും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആശയവുമായിരുന്ന ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിനും രാഷ്ട്രപതിക്ക് പങ്കില്ലാത്ത തരത്തിലേക്ക് മാറുന്നു. അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം അങ്ങനെ ചിത്രീകരിക്കുന്നു. ഈ രണ്ട് ആയുധങ്ങളും കൃത്യമായി ഉത്തർപ്രദേശ് അടക്കമുള്ള ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിലും ഹിന്ദി ഹൃദയ ഭൂമികളിലും ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ കോൺഗ്രസ് ആയുധമായി ഉപയോഗിച്ചതിൻ്റെ ഒരു പരിണിത ഫലമാണ് 2024 ഇന്ത്യ സഖ്യത്തിൻ്റെ വലിയ നേട്ടത്തിൻ്റെ പ്രധാന കാരണം. കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ടുകളിലും പറയുന്നത് അപ്രകാരം തന്നെയാണ്. ശ്രീരാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയോധ്യയിലെ ചേരികൾ ഒഴിപ്പിക്കുകയും അത്തരത്തിൽ ദളിതരായുള്ള ജനവിഭാഗം അവിടുന്ന് പോകേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളെ ആയുധമാക്കി മാറ്റിയത് ഇന്ത്യ സഖ്യമാണ്. അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അവർക്ക് കഴിയുകയും ചെയ്തു. ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ് യാത്രയും ദളിതരെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ നീക്കവുമെല്ലാം ഇന്ത്യ സഖ്യത്തിൻ്റെ കരുത്താർന്ന വജ്രായുധങ്ങളായിരുന്നു. രാഷ്ട്രീയ ആയുധത്തിൽ ഏറ്റവും മൂർച്ചയുള്ളവയായിരുന്നു. അതിൻ്റെ പരിണിത ഫലം തന്നെയാണ് 24 മുന്നേറ്റം ഇന്ത്യ സഖ്യത്തിന് നേടിക്കൊടുത്തത്. കർഷക സമരമടക്കമുള്ള ചില സമരങ്ങൾ, സാധാരണക്കാരായ ജനങ്ങളെ ഹൃദയത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പല സമരമുറകൾ, തെരുവുകളിൽ തല്ലുകൊണ്ടും ജനങ്ങൾക്കൊപ്പം മുദ്രാവാക്യം വിളിച്ചും ഇന്ത്യയുടെ പൗരനായി മാറി രാഹുൽ ഗാന്ധി. ഇവയെല്ലാം ചേർത്തു പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മനക്കോട്ട കെട്ടിയത്. ആ കോട്ട
പൂർണ്ണതയിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും കൃത്യമായ അടിത്തറ ഇപ്പോൾ ആ പാർട്ടിക്കും മനക്കോട്ടയ്ക്കും ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. 10 വർഷമായി അധികാരത്തിൻ്റെ യാതൊരു കാറ്റും വീശാത്ത കോൺഗ്രസിലേക്ക് ഒരു ഇളം കാറ്റ്, പ്രതിപക്ഷ നേതാവ് എന്ന പാർലമെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നു. പിന്നീട് അങ്ങോട്ട് പാർലമെൻറ്റിൽ രാഹുലിൻ്റെ ഒറ്റയാൾ പോരാട്ടം. ഇപ്പോൾ കോൺഗ്രസിലെ നേതാക്കന്മാർക്കും അണികൾക്കും ഒരു വലിയ ആത്മവിശ്വാസം. രാഹുൽ തങ്ങളുടെ നേതാവാണ് എന്ന് ഹൃദയത്തിൽ കൈവച്ചു പറയുവാൻ കഴിയുന്ന തരത്തിലേക്ക് ആ ആത്മവിശ്വാസം പടർന്നു പന്തലിച്ചിരിക്കുന്നു. വടക്കേ ഇന്ത്യയിലെ BJP കോട്ടകളിൽ കാര്യമായ രീതിയിലുള്ള വിള്ളലുണ്ടാക്കുവാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിരിക്കുന്നു. എങ്കിലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം മോദി സർക്കാരിനെ മലർത്തിയടിക്കുവാൻ കഴിയുന്ന കരുത്തിലേക്കൊന്നും ഇന്ത്യ സഖ്യം വളർന്നിട്ടില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ്. SC സമുദായത്തിൽപ്പെട്ട ദളിതരായ വോട്ടർമാർ ഇക്കുറി കോൺഗ്രസിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നാണ് കേന്ദ്രം പുറത്തുവിടുന്ന ചില റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത്. അതിൻ്റെ പ്രധാന കാരണം 2018 മുതൽ 22 വരെയുള്ള SC സമുദായത്തിൽപ്പെട്ടവർക്കെതിരായി ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളുടെ കണക്കാണ്. ആ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് അടക്കമുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും. പാർലമെന്റ് MP ആയ രാംചന്ദിൻ്റെ ചോദ്യങ്ങൾക്ക് കേന്ദ്ര സാമൂഹ്യനീതി സഹമന്ത്രി രാംദാസ് അഠാവലി നിരത്തിയ കണക്കുകളാണ് ഇനി പറയുവാൻ പോകുന്നത്. 2018 മുതൽ 2022 വരെയുള്ള കണക്കുകൾ പ്രകാരം രാജസ്ഥാനിൽ SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങൾ ഇരട്ടിയായി മാറിയിരിക്കുന്നു. മധ്യപ്രദേശിൽ 5 വർഷം കൊണ്ടായ മാറ്റം ഞെട്ടിക്കുന്നത് തന്നെയാണ്. 2018 1868 ദളിതർക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ 2022 വരുമ്പോൾ അത് 2979 മാറുന്നു. ഉത്തർപ്രദേശിൽ 2018 11,924 ദളിതരെ ആക്രമിക്കുമ്പോൾ അത് 25 എത്തുമ്പോൾ 15,368 മാറുന്നു. രാജസ്ഥാനിൽ 4,607 8,752 മാറുന്നു. ബീഹാറിലും മഹാരാഷ്ട്രയിലും ആക്രമണങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത തരത്തിലേക്ക് വർദ്ധിച്ചു വരുന്നു. ഇന്ത്യയിലാകമാനം SC സമുദായത്തിൽപ്പെട്ടവർക്കെതിരായി ഉണ്ടായ ആക്രമണങ്ങളുടെ കണക്ക് 2018 42,793 ആണെങ്കിൽ 2022 അത് 57,571 വർദ്ധിച്ചിരിക്കുന്നു. ഇതിനോടൊപ്പം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരുടെ വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായി വിധി എഴുതുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിൽ മുഴുവൻ 400 സീറ്റിലധികം BJP അധികാരത്തിൽ വരുമെന്ന ആപ്തവാക്യത്തെ പൊളിച്ചെഴുതുവാൻ കോൺഗ്രസിന് വേണ്ടി വന്നത് 3-4 ഘട്ടങ്ങളുടെ സമയമായിരുന്നു. പിന്നീട് അങ്ങോട്ട് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും കോൺഗ്രസിനും അധികാരത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയുണ്ട് എന്ന കണക്കുകൾ പുറത്തു വരുന്നു. അങ്ങനെ പ്രതീക്ഷയേറുകയാണ്. തെക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും കോൺഗ്രസിന് അനുകൂലമായ ഒരു വിഭാഗം വോട്ടുകൾ ചെയ്യുകയും അങ്ങനെ മികച്ച രീതിയിൽ ഒരു മുന്നേറ്റം കൈവരിക്കുവാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുകയും ചെയ്യുന്നു. പരാജയമാണ് ഇന്ത്യ സഖ്യത്തിന് 24 ഉണ്ടായതെങ്കിൽ പോലും ആ സഖ്യത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ ഒരു വലിയ ഭാഗവും പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പഴയതുപോലെ BJPക്കോ NDAക്കോ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിന്ന് ഒരഭിപ്രായം പറയുവാൻ കഴിയാത്ത തരത്തിലേക്ക് ശക്തമായി കഴിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷം. അതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇവയൊക്കെയാണ്. ഇനി കണ്ടറിയണം എന്തൊക്കെയാണ് പാർലമെൻറ്റിൽ നടക്കുവാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെന്ന്.